ഭീമറാവു ജ്വാലാബായിയെ വിവാഹം ചെയ്ത് തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. അത്യന്തം അഹങ്കാരിയായ സ്ത്രീയായിരുന്നു ജ്വാലാബായി. രഥത്തിൽ നിന്നവൾ ഇറങ്ങുന്ന മുറയ്ക്ക് രാജ്യത്തിലെ എല്ലാ സ്ത്രീകളും തങ്ങളുടെ സാരികൾ അഴിച്ച് അവളുടെ കാലടിയിൽ വിരിച്ചിടുന്നു. ഭീമറാവിന്റെ രണ്ടാമത്തെ ഭാര്യ ജ്വാലാബായിക്ക് ആരതിയെടുത്ത് സ്വീകരണം നൽകുന്നു. അതിനുശേഷം ജ്വാലാബായി പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ ഈ രാജ്യത്തിലെ എല്ലാവരും എന്നെയാണ് പ്രധാന രാജ്ഞിയായി അംഗീകരിക്കേണ്ടത്. ആ രാത്രി അരക്കെട്ടാട്ടിക്കൊണ്ട് ജ്വാലാബായി ഭീമറാവിന്റെ മുറിയിലേക്കെത്തുന്നു. എന്നാൽ ഭീമറാവു മദ്യലഹരിയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അത് കണ്ട ജ്വാലാബായി ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്നെപ്പോലൊരു സൗന്ദര്യം നിന്റെ മുന്നിലിരിക്കെ നീ ഈ മദ്യമാണോ കുടിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഈ മദിരാ സൗന്ദര്യം തന്നെ ആസ്വദിച്ചു നോക്ക്. ഭീമറാവു ജ്വാലാബായിയുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ചിലർ അവനെ ആക്രമിക്കുന്നു. എന്നാൽ ജ്വാലാബായി ഒറ്റയ്ക്ക് തന്നെ എല്ലാ ആക്രമികളെയും വീഴ്ത്തി ഭീമറാവിന്റെ ജീവൻ രക്ഷിക്കുന്നു. മറുനാൾ ഭീമറാവു തന്റെ ഏറ്റവും വിശ്വസ്തനായ സൈനികനായ മല്ലേഷിനെ ഭുജംഗന്റെ അടുത്തേക്ക് അയക്കുന്നു. കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിനു പിന്നിൽ ഭുജംഗനാണെന്ന് അവൻ അറിയാമായിരുന്നു. തുടർന്ന് ഭീമറാവു ഭുജംഗനെ എല്ലാവരുടെയും മുന്നിൽ ചെരുപ്പുമാല അണിയിച്ച് അപമാനിക്കുകയും പിന്നീട് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. മല്ലേഷിന്റെ വിശ്വസ്തതയിൽ സന്തോഷിച്ച ഭീമറാവു നദിയിലെ മുഴുവൻ വെള്ളവും മല്ലേഷിന്റെ ഗ്രാമവാസികൾക്ക് കുടിവെള്ളമായി ഉപയോഗിക്കാൻ അവകാശം നൽകുന്നു.